പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ തിയോളജിയ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ് ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രാരംഭ വസ്തുതകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞതാണ്. ഡിപ്ലോമ തലത്തിലും ബിരുദ തലത്തിലുമൊക്കെ ഈ കോഴ്സിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ ഇതിനോടകം പഠിച്ചതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ പ്രാർത്ഥനയെ എപ്രകാരമാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് നാം പഠനവിധേയമാക്കുക. നമുക്കറിയാം, എല്ലാ സുവിശേഷങ്ങളും ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. എന്നാൽ 4 സുവിശേഷങ്ങളിൽ ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് വിശുദ്ധ ലൂക്കാ സുവിശേഷകനാണ്. ഈ സുവിശേഷത്തിൽ ഈശോ മിശിഹ മാത്രമല്ല, ഈ സുവിശേഷവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. ഈ സുവിശേഷത്തിൻ്റെ ആദ്യ കഥാപാത്രം നമുക്കറിയാം, യോഹന്നാൻ, സ്നാപക യോഹന്നാൻ്റെ പിതാവ് സക്കറിയ. അവൻ ദേവാലയത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ധൂപാർപ്പണത്തിന് ചെന്നപ്പോഴാണ് ദൈവീക ദർശനമുണ്ടാവുക. ഈ സുവിശേഷം അവസാനിക്കുന്നതാകട്ടെ ശിഷ്യന്മാർ ഈശോയുടെ വാഗ്ദാനം ആയ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ദേവാലയത്തിൽ പ്രാർത്ഥനാനിരതരായി ഇരിക്കുമ്പോഴാണ്. അതായത് ഈ സുവിശേഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും പ്രാർത്ഥനയുടെ വേളയിൽ. ഈ സുവിശേഷവുമായി ബന്ധപ്പെട്ട വ്യക്തികളെല്ലാം പ്രാർത്ഥനയെ ഇഷ്ടപ്പെടുന്നവരും പ്രാർത്ഥനയെ സ്നേഹിക്കുന്നവരും പ്രാർത്ഥനയിലൂടെ ദൈവഹിതം അറിയുന്നവരുമാണ്. ഈ സുവിശേഷത്തിൻ്റെ മുഖ്യ കഥാപാത്രമായ ഈശോ മിശിഹ തൻ്റെ ജീവിതത്തിൽ ഉടനീളം പ്രാർത്ഥനാ നിരതനായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ലൂക്കാ സുവിശേഷകൻ നിതാന്ത ജാഗ്രത പുലർത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഈ ഈശോ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ന്യായമായി നമ്മുടെ മുമ്പിൽ ഉയരുന്ന സംശയം, ഈശോ എന്താണ് ഈ പ്രാർത്ഥിക്കാനിരിക്കുക? ഈശോ അല്ലെ ആരോടാണ് പ്രാർത്ഥിക്കുക? കാരണം പിതാവുമായി സത്തയിൽ ഒന്നായ ദൈവം തന്നെയായ ഈശോ മിശിഹായ്ക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? വാസ്തവത്തിൽ താൻ തന്നെ ദൈവമായിരിക്കെ ഈശോ മിശിഹായ്ക്ക് ഏതെങ്കിലും കാര്യം പിതാവായ ദൈവത്തോട് അപേക്ഷിക്കേണ്ടതോ സഹായം ചോദിക്കേണ്ടതോ ആയ അവസ്ഥ ഇല്ല എന്നുള്ളത് സത്യമാണ്. പിതാവും പുത്രനും ഒന്നാണ്. അവരുടെ ചിന്താഗതികൾ, കാഴ്ചപ്പാടുകൾ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു സഹായാഭ്യർത്ഥനയുടെയോ ഒരു കൃതജ്ഞതാ സ്തോത്രത്തിൻ്റെയോ ഒക്കെ പ്രസക്തി യേശുവിൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്തുമാത്രം ഉണ്ട് എന്ന് ചോദിച്ചാൽ ദൈവശാസ്ത്രപരമായി പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകാം. എന്നാൽ ഈ പ്രതിസന്ധി വായനക്കാരന് ഉളവാകുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ സുവിശേഷകൻ ഈശോ മിശിഹായുടെ പ്രാർത്ഥനയെ അവതരിപ്പിക്കുമ്പോൾ ആദ്യം കൊണ്ടുവരുന്നത് ഈശോയുടെ ജ്ഞാനസ്നാന അവസരമാണ്. ജ്ഞാനസ്നാന അവസരത്തിൽ ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധ റൂഹ എഴുന്നള്ളി വരികയും അതുപോലെ തന്നെ പിതാവായ ദൈവം സംസാരിക്കുകയും ചെയ്തു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന അശരീരി വാക്യവും സ്വർഗത്തിൽ നിന്ന്, അതായത് പിതാവിൻ്റെ സ്വരമായിട്ട് നാം കേൾക്കുന്നു എന്നതാണ് വലിയ സത്യം. അതായത് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും പ്രാർത്ഥന എന്നുള്ളതിൻ്റെ ആത്യന്തികമായ അർത്ഥമെന്ത് എന്ന് സുവിശേഷകൻ ഇവിടെ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരികയും. എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ ഈ ജ്ഞാനസ്നാന വേളയിൽ സംഭവിച്ചതെന്തോ അതാണ് പ്രാർത്ഥന. ജ്ഞാനസ്നാന വേളയിൽ സംഭവിക്കുന്നത് എന്താണ്? പിതാവും പുത്രനും തമ്മിലുള്ള ഗാഢ ഐക്യം വെളിപ്പെട്ടു എന്നുള്ളതാണ് ജ്ഞാനസ്നാന വേളയിലെ സംഭവം.
പരിശുദ്ധാത്മാവായ ദൈവവും ഈശോയും തമ്മിലുള്ള ആഴമേറിയ ബന്ധം വെളിപ്പെടുകയാണ്. പരിശുദ്ധാരൂപി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് പുത്രൻ്റെ മേൽ വസിക്കുന്നു. അതുപോലെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ് ഈശോ മിശിഹ എന്ന സത്യം വെളിപ്പെടുകയും ചെയ്യുന്നു. ഒരുപക്ഷെ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ മാത്രമല്ല, ഏതൊരു പ്രാർത്ഥനയിലും വെളിപ്പെടാൻ പോകുന്ന സത്യങ്ങൾ ഇവ രണ്ടുമാണ് എന്ന വസ്തുത സുവിശേഷകൻ നമ്മോട് പറഞ്ഞു തരിക. പ്രാർത്ഥന എന്ന് പറയുന്ന നമുക്ക് ആവശ്യമുള്ളത് ചോദിച്ച് മേടിക്കുന്ന ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ, ദൈവത്തിന് കുറേ സ്തുതിപ്പും അതുവഴി ദൈവത്തിൽ നിന്ന് കുറേ അനുഗ്രഹങ്ങൾ നമ്മൾ തിരികെ പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു കർമ്മം എന്ന അർത്ഥത്തിലല്ല ലൂക്കാ സുവിശേഷകൻ പ്രാർത്ഥനയെ അവതരിപ്പിക്കുക. മറിച്ച് ജ്ഞാനസ്നാന വേളയിലെ ഈ വിവരണത്തിലൂടെ സുവിശേഷകൻ നൽകുന്നത് വളരെ ആഴമേറിയ ഒരു പ്രാർത്ഥനാ ദർശനമാണ്. ഓരോ പ്രാർത്ഥനയിലും സംഭവിക്കുന്നത് മനുഷ്യ വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ദൈവവുമായുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. നീ എൻ്റെ പ്രിയപുത്രനാണ്, പ്രിയപുത്രിയാണ് എന്നുള്ള ആ വലിയ അവബോധത്തിലേക്ക് സാധകനെ ദൈവം ഉയർത്തുന്നതാണ് പ്രാർത്ഥന. അതോടൊപ്പം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്ന് നിറയുന്ന അനുഭവമാണ് ലൂക്കായെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഈശോയുടെ ജ്ഞാനസ്നാന വേള പ്രാർത്ഥന എന്ന ആ വലിയ സത്യത്തിൻ്റെ രഹസ്യം അനാവരണം ചെയ്യാനുള്ള അവസരമായിട്ടാണ് സുവിശേഷകൻ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതായത് ഈ സുവിശേഷത്തിൽ ഉടനീളം ഈശോയുടെ പ്രാർത്ഥനയാകട്ടെ മറ്റുള്ളവരുടെ പ്രാർത്ഥനയാകട്ടെ അവതരിപ്പിക്കുമ്പോൾ സുവിശേഷകന് പറയാനുള്ളത് ഈ ഒരു വലിയ സത്യം തന്നെയാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അവൻ്റെ മനോഭാവങ്ങൾ, കാഴ്ചപ്പാടുകൾ മാറുന്നു. നിരാശയിലും വേദനയിലും ഒരു വ്യക്തി എന്ന് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ പ്രശ്നവും അതോടെ തീർന്നു എന്ന് സുവിശേഷകൻ അർത്ഥമാക്കുന്നില്ല. മറിച്ച് സുവിശേഷകൻ പറഞ്ഞു തരികയാണ്, ആ വ്യക്തിയെ പിതാവായ ദൈവം ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നു. മകനെ, മകളെ, നീ എൻ്റെ പ്രിയപുത്രനാണ്, പ്രിയപുത്രിയാണ്. നിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് എന്ന ബോധ്യം ആ വ്യക്തിക്ക് കൊടുക്കും. ഇതേ സത്യം തന്നെ ഗെത്സമൻ തോട്ടത്തിൽ സുവിശേഷകൻ കാണിക്കുക. ഈശോ പ്രാണവേദനയാൽ ഗെത്സമനിൽ പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ ഹൃദയഭാരവും ആത്മദുഃഖവും അത്ര കണ്ട് തീവ്രമായപ്പോൾ അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തകണങ്ങളായി നിലം പതിച്ചു എന്ന് സുവിശേഷകൻ എഴുതി വയ്ക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അത്രമേൽ തീവ്രമായ 22-ാം അധ്യായം 44-ാം വാക്യത്തിൽ സുവിശേഷകൻ പറയുക, അവൻ്റെ വേദന അത്രമേൽ തീവ്രമായപ്പോൾ അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തകണങ്ങളായി നിലം പതിച്ചു. പ്രാർത്ഥനയുടെ ഏറ്റവും തീവ്രമായ ആ അനുഭവത്തിലും പിതാവായ ദൈവം യേശുവിൻ്റെ കുരിശ് മാറ്റാനോ പിറ്റേന്ന് സംഭവിക്കാനിരിക്കുന്ന സഹനത്തെ ഇല്ലാതാക്കാനോ ശ്രമിക്കുന്നില്ല. മറിച്ച് ഞാൻ നിൻ്റെ പിതാവാണ്, നീ എൻ്റെ പ്രിയപുത്രനാണ്, എല്ലാം പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതപ്രകാരം സംഭവിക്കുന്നതാണ് എന്ന വെളിപാട് മാത്രമാണ് ഈശോയ്ക്ക് കിട്ടുക. ആ വെളിപാട് തന്നെയാണ് പ്രാർത്ഥനയുടെ അനുഭവം, ആ വെളിപാടാണ് പ്രാർത്ഥനയുടെ ഉത്തരവും എന്നുള്ള സത്യമാണ് സുവിശേഷകൻ തൻ്റെ വിവരണത്തിൽ ഉടനീളം പറഞ്ഞു വയ്ക്കുന്നത് എന്ന് തിരിച്ചറിയും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തി എല്ലാം നേടിയെടുക്കുകയല്ല, മറിച്ച് ദൈവവും താനും തമ്മിലുള്ള ആഴമേറിയ ബന്ധം അനുഭവിക്കാൻ തുടങ്ങുകയും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവഹിതാനുസൃതമാണ് എന്ന തിരിച്ചറിവിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ലൂക്കാ സുവിശേഷകൻ്റെ പ്രാർത്ഥനാ ദർശനത്തിൻ്റെ ആദ്യ പടി.
പ്രാർത്ഥനയെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ ലൂക്കാ സുവിശേഷകൻ രണ്ടാമതായി ഊന്നൽ നൽകുന്ന വസ്തുത ഒരു നിശ്ചിത സമയത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയല്ല, നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയാണ്. അവിടുന്ന് ജ്ഞാനസ്നാനവേളയിൽ പ്രാർത്ഥിക്കുന്നു, തുടർന്ന് മരുഭൂമിയിലേക്ക് പ്രാർത്ഥിക്കുന്നു. പകലന്തിയോളം നീളുന്ന ദീർഘമായ തൻ്റെ യാത്രയ്ക്കും പ്രഭാഷണങ്ങൾക്കും ശേഷം ഈശോ പ്രാർത്ഥിക്കുവാനായി വിജനമായ മലയിലേക്ക് കയറിപ്പോകുന്നുണ്ട്. പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടനെ ഈശോ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. ശിഷ്യരെ അയക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ട്. ശിഷ്യർ തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കുരിശേ കിടക്കുമ്പോൾ ഈശോ മിശിഹ പ്രാർത്ഥിക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷകൻ ഈ പ്രാർത്ഥനയുടെ നൈരന്തര്യം അവതരിപ്പിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞു തരുന്നത് മറ്റൊരു വലിയ ആത്മീയ സത്യമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹൃദയതാളം പോലെ. അതായത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നതോ പ്രവൃത്തിയുടെ ആധിക്യം കൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കുന്നതോ അപകടകരമായൊരു ആധ്യാത്മികത. ഒരുപക്ഷെ ആധുനിക ആധ്യാത്മികതയ്ക്ക് വന്നു ഭവിച്ചിട്ടുള്ള രണ്ട് ദുരന്തങ്ങൾ ഇതാണ്. ഒന്ന്, ഒരുപാട് ജോലി ചെയ്യാനുണ്ട്, ജോലി ഭാരം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട്. കുടുംബജീവിതക്കാർ പറയും, സന്ധ്യാനമസ്കാരം ചൊല്ലാൻ പോലും, ജപമാല ചൊല്ലാൻ പോലും സമയമില്ല, പ്രാർത്ഥനയ്ക്ക് സമയമില്ലാതെ പോകും. പ്രാർത്ഥന ജീവിതവ്രതമായി സ്വീകരിച്ച സന്യസ്തർ, വൈദികർ കാനോന നമസ്കാരങ്ങൾ ചൊല്ലുന്നിരിക്കുന്നതിന് പറയുന്നതും ഈ ജോലി ഭാരത്തിൻ്റെ കാരണം തന്നെയാണ്. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ അത് വളരെ വിദഗ്ധമായ ഭാഷയിൽ പറഞ്ഞു വെച്ചു, വർക്കഹോളിസം പുരോഹിതനെ, സമർപ്പിതനെ സമ്പൂർണമായി നശിപ്പിക്കുന്ന തിന്മയാണ്. അതായത് ഒരുപാട് ജോലി ഭാരം, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സമയമില്ല. ഈശോ മാതൃക കാണിച്ചു തരികയാണ്, ജോലിഭാരം പ്രാർത്ഥന മാറ്റിവെക്കാനുള്ളതല്ല എന്നുള്ള വലിയ സത്യം. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ മറുവശമുണ്ട്. ചിലർ പ്രാർത്ഥനാ തൊഴിലാളികളായി അങ്ങ് മാറിയേക്കാണ്. അവർക്ക് പ്രാർത്ഥിക്കാനേ താല്പര്യമുള്ളൂ, പ്രാർത്ഥനയിൽ മാത്രമേ താല്പര്യമുള്ളൂ. ദൈവം തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, അത് കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളാകാം, സമർപ്പിത ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളാകാം, അതിനോടൊന്നും അവർക്ക് താല്പര്യമില്ല. അവർ സദാസമയവും പ്രാർത്ഥനയിൽ വ്യാപരിച്ചു കൊള്ളാം എന്ന ഒരുതരം ഒഴിവ് കഴിവിനുള്ള മാർഗമായി പ്രാർത്ഥനയെ സ്വീകരിക്കുന്ന വ്യക്തികളുമുണ്ട്. അതായത് സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള മാർഗമായി പ്രാർത്ഥനയെ ഒരു അഭയസങ്കേതമായി, രക്ഷാമാർഗമായി കരുതുന്ന വ്യക്തികളുണ്ട്. ഈ രണ്ട് തിന്മകളും ഒരുപോലെ അപകടകരമാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രവൃത്തി വേണ്ടാന്ന് വയ്ക്കുന്നതും പ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥന വേണ്ടാന്ന് വയ്ക്കുന്നതും ആത്മീയതയിൽ വന്ന് ഭവിക്കാവുന്ന അപകടങ്ങളാണ്. ഈ രണ്ട് അപകടങ്ങൾക്കുമുള്ള തിരുത്താണ് ഈശോ മിശിഹായുടെ ജീവിതം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ. കാരണം പ്രവൃത്തി വർദ്ധിക്കും തോറും ഈശോയുടെ പ്രാർത്ഥന വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ ഈശോ തൻ്റെ പ്രവൃത്തിക്കുള്ള ഊർജം ആർജിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. വാസ്തവത്തിൽ പ്രവൃത്തി മാറ്റിവെക്കുന്ന പ്രാർത്ഥനയല്ല ഈശോയുടെ. പ്രവൃത്തിക്ക് വേണ്ടി ശക്തി ആർജിക്കുന്നതാണ് യേശുവിൻ്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ആത്മീയതയിലെ ഈ രണ്ട് അപകടങ്ങളെയും ഈശോ എപ്രകാരം തിരുത്തി കാണിക്കുന്നു എന്നുള്ള സത്യം സുവിശേഷകൻ ഇന്ന് ഈ സുവിശേഷത്തിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുന്നു. വീണ്ടും പ്രാർത്ഥനയെക്കുറിച്ചുള്ള സുവിശേഷകൻ്റെ മൂന്നാമത്തെ ദർശനം എന്ന് പറയുന്നത്, ഈ സുവിശേഷകൻ പ്രാർത്ഥന ഒരു പരിശുദ്ധാത്മ പ്രവൃത്തിയായിട്ടാണ് അവതരിപ്പിക്കുക. അതായത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരുപക്ഷെ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും നവീനമായ ദർശനമെന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മ ജ്വലനം സംഭവിക്കുമ്പോഴാണ് ആ വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം
26-27 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് അതിനെ ചലിപ്പിക്കുമ്പോഴാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത് എന്ന സത്യം. ഒരുപക്ഷെ പഴയ നിയമ പ്രാർത്ഥനയിൽ നിന്ന് പുതിയ നിയമ പ്രാർത്ഥനയ്ക്കുള്ള വലിയ വ്യത്യാസമാണ്. പഴയ നിയമത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് തികച്ചും മാനുഷികമായൊരു വ്യാപാരമാണ്. ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോൾ ആ വ്യക്തി പ്രാർത്ഥിക്കുന്നു. അതേസമയം പുതിയ നിയമത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം മാനുഷികമായൊരു വ്യാപാരമല്ല. അടിസ്ഥാനപരമായി പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവാരൂപിയുടെ പ്രചോദനത്താൽ സംഭവിക്കുന്ന പ്രവൃത്തിയാണ് എന്നുള്ളത് പുതിയ നിയമ ദർശനമാണ്. അതാണ് റോമാലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത് വസ്തുതാപരമാണ്. അപ്പസ്തോലൻ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. റോമാലേഖനം 8:26. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അതായത് ദൈവാരൂപിയുടെ ഒരു വലിയ പ്രവർത്തനം പ്രാർത്ഥനയ്ക്ക് പിന്നിലുണ്ട്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നിട്ടൊരു താല്പര്യം തോന്നിയില്ല, പ്രാർത്ഥിക്കുമ്പം പല വിചാരം ഉണ്ടായി, പ്രാർത്ഥിക്കാൻ മടിപ്പ് തോന്നുന്നു, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നു. ഇതൊക്കെയാണ് പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ എക്കാലത്തെയും പ്രശ്നം. വാസ്തവത്തിൽ പുതിയ നിയമം അതിന് മറുപടി പറഞ്ഞു തരുന്നു. അതായത് പ്രാർത്ഥന വെറുമൊരു മാനുഷിക വ്യാപാരമായി കരുതുമ്പോഴാണ് പ്രാർത്ഥനയിൽ ഇപ്രകാരമുള്ള വിരസത, അലസത, ഉദാസീനത കടന്നുകൂടുക. മറിച്ച് പ്രാർത്ഥന പരിശുദ്ധാത്മ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് സഭാ പാരമ്പര്യത്തിൽ ഏത് പ്രാർത്ഥന ആരംഭിക്കുന്നതും പരിശുദ്ധാത്മാവിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് എന്ന ആ ഒരു പതിവിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുമ്പോൾ മാത്രമേ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനും നമ്മുടെ ബലഹീനതകളെ അതിജീവിച്ച് പ്രാർത്ഥിക്കാനും നമുക്ക് കരുത്ത് കിട്ടുന്നുള്ളൂ. ഈ ഒരു ആശയം സുവിശേഷകൻ തൻ്റെ വിവരണങ്ങളിൽ ഉടനീളം സമർത്ഥമായി അവതരിപ്പിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതായത് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ലൂക്കാ സുവിശേഷത്തിലെ കഥാപാത്രങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് സുവിശേഷകൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 1-6 സഖറിയായെ അവതരിപ്പിക്കുന്നത് അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയായിരുന്നു എന്നാണ്. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ തന്നെ 1-41 എലിസബത്തിനെ അവതരിപ്പിക്കുന്നു. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഉദ്ഘോഷിക്കുക, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ചുചാടി. പരിശുദ്ധ അമ്മ സ്തോത്രഗീതം ആലപിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ. സഖറിയ തൻ്റെ ദൈവസ്തുതിപ്പ് നടത്തുന്നത്, പ്രസിദ്ധമായ ബെനദിക്തൂസ് നടത്തുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സഖറിയ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നാണ് സുവിശേഷകൻ പറയുന്നത്. 1-67 പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. വൃദ്ധനായ ശമയോൻ ഉണ്ണിമിശിഹായെ ദേവാലയത്തിൽ കാഴ്ചവെക്കുവാൻ മാതാപിതാക്കൾ എത്തിയപ്പോൾ ശമയോൻ വരുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടാണ് ശമയോൻ വരുന്നത്. ഉണ്ണിമിശിഹായെ കരങ്ങളിൽ ഏറ്റുവാങ്ങി ആ വൃദ്ധതാപസൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഇപ്രകാരം പ്രഘോഷിച്ചു എന്നാണ് ലൂക്കാ സുവിശേഷകൻ പറയുക. അതായത് ഈ സുവിശേഷകൻ പുതിയ നിയമത്തിൻ്റെ പ്രാർത്ഥനാ സങ്കല്പത്തിലെ ഏറ്റവും ദിവ്യമായൊരാശയം,
പഴയ നിയമത്തിന് നിന്ന് പുതിയ നിയമത്തിലെ പ്രാർത്ഥനാ സങ്കല്പത്തെ വേർതിരിക്കാൻ ശ്രമിക്കുമ്പോൾ നാം കണ്ടെത്തുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം ഈ സുവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന ഒരു പരിശുദ്ധാത്മ പ്രവൃത്തിയാണ് എന്നുള്ള സത്യം. പരിശുദ്ധാത്മ പ്രവൃത്തിയായതുകൊണ്ട് തന്നെ ഇത് ഒരു ദൈവീക കർമ്മമാണ്. പ്രാർത്ഥന കേവലം മനുഷ്യൻ മാത്രം വിചാരിച്ചാൽ നടപ്പിലാകുന്ന വസ്തുതയല്ല. ദൈവാരൂപി നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുമ്പോൾ ദൈവത്തിൽ നാം സന്തോഷിക്കുന്നു. ആ സന്തോഷം നമ്മെ ദൈവത്തെ സ്തുതിക്കാൻ, സ്നേഹിക്കാൻ, ദൈവവും നമ്മളും തമ്മിലുള്ള ആഴമേറിയ ബന്ധം അനുഭവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ സവിശേഷത. വീണ്ടും സുവിശേഷകൻ പ്രാർത്ഥനയെക്കുറിച്ച് അവതരിപ്പിക്കുന്ന നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നതിന് നിശ്ചിതമായ ഒരു രീതി, ഒരു സമയം, ഒരു ശൈലി ഒക്കെ ആവശ്യമാണ്. തീർച്ചയായും ഈശോ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുമ്പോഴും ഈശോ വിജനതയിൽ, ഏകാന്തതയിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിക്കുന്നു എന്നുള്ള സത്യം. നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിശ്ചിതമായ, നിയതമായൊരു സമയം പ്രാർത്ഥനയ്ക്കായി നീക്കി വയ്ക്കേണ്ടതുണ്ട്. സുവിശേഷകൻ സമതല പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യഹൂദരെ പോലെ അതിഭാഷണം ചെയ്യരുത്. നിങ്ങൾ കതകടച്ച് മുറിക്കുള്ളിൽ കയറി കതകടച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഹൃദയം കാണുന്ന ദൈവം നിനക്ക് പ്രതിഫലം തരും എന്ന് പറഞ്ഞാൽ പരസ്യമായ പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയില്ല എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുക. മറിച്ച് പ്രാർത്ഥനയ്ക്ക് നിയതമായ ഒരു സമയക്രമം, ഒരു ശൈലി. നമുക്കറിയാം പ്രാർത്ഥന പതിവുമായി ബന്ധപ്പെട്ടത്. എല്ലാ ദിവസവും നിശ്ചിത സമയത്ത് ഒരു ഭവനത്തിൽ സന്ധ്യാപ്രാർത്ഥന എന്ന ഒരു നിലപാടുണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥന കൃത്യനിഷ്ഠയോടെ നടന്നുകൊണ്ടിരിക്കും. എപ്പോഴേലും സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന ഒട്ടനവധി ദിവസങ്ങളിൽ മുടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സത്യം. അത് സമർപ്പിതരുടെ ജീവിതത്തിലാകാം, വൈദികരുടെ ജീവിതത്തിലാകാം. പ്രാർത്ഥന എന്നുള്ളതിൻ്റെ പിന്നിൽ ഒരു നിഷ്ഠ ആവശ്യമുണ്ട്. ഈശോ മിശിഹായ്ക്ക് അപ്രകാരം ഒരു നിഷ്ഠയുണ്ടായിരുന്നു. നസ്രത്തിലെ സിനഗോഗിൽ അവൻ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ ചെന്നു എന്നാണ് ലൂക്കാ സുവിശേഷകൻ പറയുക. അവൻ പതിവായി പ്രാർത്ഥിക്കാൻ പോകുന്നവനായിരുന്നു. പതിവ് പോലെ അവൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തക ചുരുൾ അവന് നൽകപ്പെട്ടു എന്ന് സുവിശേഷകൻ പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നിയതമായൊരു സമയക്രമം, രാത്രിയുടെ ഏകാന്ത യാമങ്ങളിൽ പിതാവുമായി ആത്മബന്ധത്തിൽ ലയിച്ചിരിക്കുന്ന പുത്രൻ വാസ്തവത്തിൽ പ്രാർത്ഥനയ്ക്ക് നിശ്ചിതമായ ഒരു സ്ഥലം യേശു കണ്ടെത്തിയിരുന്നു, ഒരു സമയം യേശു കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ ഈശോ സമൂഹ പ്രാർത്ഥനയെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം. അവിടുന്ന് ശിഷ്യരോടൊത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഗത്സമനിയിൽ ശിഷ്യരോടൊത്താണ് ഈശോ പ്രാർത്ഥിക്കുക. രൂപാന്തരീകരണ മലയിൽ ഈശോ ശിഷ്യരോടൊത്താണ് പ്രാർത്ഥിക്കുക. ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ട് ഈ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോഴാണ് 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ ശിഷ്യർ ചോദിക്കുന്നത്, കർത്താവേ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അങ്ങനെയാണ് ഈശോ അതിമനോഹരമായ കർത്തൃപ്രാർത്ഥന സുവിശേഷത്തിൽ നൽകുന്നത്. അതായത് പ്രാർത്ഥന വ്യക്തിപരമായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ സാമൂഹിക മാനത്തിന് സുവിശേഷകൻ ശക്തമായ ഊന്നൽ നൽകുന്നുണ്ട്. പ്രാർത്ഥന ദൈവവുമായുള്ള ഒരു ആത്മബന്ധം എന്ന നിലയിൽ പ്രാർത്ഥന വ്യക്തിപരമാണ്. എല്ലാ സമൂഹ പ്രാർത്ഥനയും വ്യക്തിപരമാണ്. കാരണം സമൂഹം ഒന്നായല്ല ദൈവത്തോട് ബന്ധപ്പെടുക, ആ സമൂഹത്തിലെ ഓരോ അംഗവും വ്യക്തിപരമായി ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുക്കുന്നു. ഇപ്പോൾ വിശുദ്ധ കുർബാന ഒരു സമൂഹ പ്രാർത്ഥന. വിശുദ്ധ കുർബാനയിൽ നാം ആയിരിക്കുമ്പോൾ ഓരോ വ്യക്തിയും ഹൃദയം കൊണ്ട് ദൈവത്തോട് എത്ര കണ്ട് അടുത്തിരിക്കുന്നു എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ച് വിശുദ്ധ കുർബാനയുടെ ഫലസിദ്ധിക്ക് അനിവാര്യമായ വസ്തുതയാണ്.
അദ്ദേഹത്തിന് വിശുദ്ധ കുർബാന അവിടെ അർപ്പിക്കപ്പെടുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് എങ്ങനെയും വ്യാപരിക്കാം. പല വിചാരത്തിൽ മുഴുകിയോ ഉറങ്ങിയോ ഒക്കെ പള്ളിയിലായിരിക്കാം. പക്ഷേ സമൂഹ പ്രാർത്ഥനയ്ക്കും ഇങ്ങനെ വ്യക്തിപരമായൊരു മാനമുണ്ട് എന്നുള്ള സത്യം കൂടി സുവിശേഷകൻ ഇവിടെ നമ്മളോട് പങ്കുവയ്ക്കുന്ന വസ്തുതയാണ്. അവസാനമായി പ്രാർത്ഥന എപ്രകാരമെന്ന് ചോദിച്ചാൽ ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥന, ദൈവത്തിന് നന്ദി പറയുന്ന പ്രാർത്ഥന ഒക്കെ ഈ സുവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. ശിഷ്യന്മാർ തിരികെ വന്നപ്പോൾ ഈശോ പറയുന്ന മറുപടി, പ്രേക്ഷിത യാത്ര കഴിഞ്ഞ് ശിഷ്യന്മാർ തിരികെ വരുമ്പോൾ ഈശോ പറയുന്നത്, കർത്താവെ, അങ്ങിവ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന്. ഓരോ അത്ഭുതത്തിനും ശേഷം അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപ് ഈശോ പിതാവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ദൈവത്തിനുള്ള നന്ദിയാണ്, സ്തുതിപ്പാണ്, ദൈവത്തോടുള്ള അപേക്ഷയാണ് എന്നൊക്കെ പറയുമ്പോഴും ലൂക്കാ സുവിശേഷകൻ പ്രാർത്ഥനയ്ക്ക് നൽകുന്ന മറ്റൊരു ദിവ്യമായ അർത്ഥമുണ്ട്. നാം ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കുന്നില്ലാതെ വരുമ്പോഴും ഒരു വ്യക്തിക്ക് എത്ര കണ്ട് തീക്ഷ്ണമായി തീവ്രമായി ദൈവ ഐക്യത്തിലായിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ പരകോടിയായ സത്യം. പ്രാർത്ഥനയുടെ പൂർണ്ണത എന്ന് പറയുന്ന ലൂക്കാ സുവിശേഷകൻ അവിടെയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് കുരിശേൽ നിലവിളിക്കുമ്പോഴും ദൈവം തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നില്ല, തൻ്റെ സഹനങ്ങളിൽ വേദനകളിൽ താൻ ഒറ്റയായിപ്പോയി എന്ന സഹനത്തിൻ്റെ സമ്പൂർണ്ണ ആവിഷ്കാരം കുരിശിൽ ഈശോ സാധിതമാക്കുമ്പോഴും ഈശോയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? പിതാവേ, അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഗത്സമനിയിലും അതുതന്നെയാണ് സംഭവിച്ചത്. അവൻ ചോര വിയർത്ത് പ്രാർത്ഥിച്ചപ്പോഴും പിതാവായ ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടാതെ വന്നപ്പോൾ പുത്രൻ പറയുന്നു, പിതാവേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ തിരുഹിതം നിറവേറട്ടെ. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലും ഈശോ ഇതേ സത്യം ശിഷ്യരെ പഠിപ്പിച്ചു. അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും നിറവേറണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തിക്ക് കൈവരുന്ന ഔന്നത്യം എന്ത് എന്ന് ചോദിച്ചാൽ, ആ വ്യക്തി സ്വന്തം ഇഷ്ടങ്ങളുടെയും താല്പര്യങ്ങളുടെയും സന്തോഷങ്ങളുടെയും തടവറയിൽ നിന്ന് വിമോചിതനായി ദൈവഹിതം നിറവേറ്റാൻ ഏത് ത്യാഗം ചെയ്യാനും സന്നദ്ധതയുള്ള വ്യക്തിയായി രൂപാന്തരപ്പെടുന്നു എന്നതാണ് സത്യം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ദൈവത്തിൽ മാറ്റം വരുത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവഹിതം തിരിച്ചറിഞ്ഞ് തൻ്റെ ഹിതങ്ങളെ, പിടിവാശികളെ, നിർബന്ധ ബുദ്ധികളെ, നിക്ഷിപ്ത താല്പര്യങ്ങളെ, സ്വാർത്ഥതയെ അതിജീവിച്ച് തന്നിൽ തന്നെ രൂപാന്തരം വരുത്തുന്നു എന്നുള്ളതാണ് പരമമായ സത്യം. രൂപാന്തരീകരണ മലയിലെ പ്രാർത്ഥന ഇതിൻ്റെ ദിവ്യമായ ഒരാവിഷ്കാരമാണ്. ശിഷ്യർ അലസരും ഉദാസീനരുമായിരിക്കുക. അവർ പ്രാർത്ഥനയുടെ ദിവ്യമായ അനുഭവത്തിലായപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്നുള്ള സത്യം. അവിടെ ആയിരിക്കുന്നതിൽ അതുവരെ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ടാണല്ലോ രൂപാന്തരീകരണ മലയിൽ അവർ കടന്നുറങ്ങിയത്. അലസരായി ഉദാസീനരായിരുന്ന ആ വ്യക്തികൾക്ക് രൂപാന്തരീകരണ മലയിൽ കിട്ടുന്ന അനുഭവം എന്താണ്? ആ ദൈവസാന്നിധ്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ആ സന്തോഷത്തിൽ നിലനിൽക്കണം എന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതല്ല ലൂക്കാ സുവിശേഷത്തിലെ പ്രാർത്ഥനയുടെ ലക്ഷ്യം, മറിച്ച് ദൈവത്തെ തന്നെ പ്രാപിക്കുന്നത്. ദൈവം തരുന്ന ഏതെങ്കിലും ഒരു അനുഗ്രഹമല്ല ലൂക്കാ സുവിശേഷകൻ്റെ ലക്ഷ്യം. അല്ല, ഈ സുവിശേഷത്തിലെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്, നീ പ്രാർത്ഥിച്ചോ, നിനക്ക് ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടാൻ പോകുന്നു, അതല്ല. പ്രാർത്ഥനയുടെ പരിപൂർണതയിൽ
ഒരു വ്യക്തി ദൈവഹിതത്തോട് സ്വന്തം ഹിതത്തെ ഐക്യപ്പെടുത്തുന്നു. ദൈവഹിതത്തോട് ഐക്യപ്പെടുത്താൻ ഞാൻ എന്തെല്ലാം ത്യജിക്കേണ്ടതുണ്ടോ, സഹിക്കേണ്ടതുണ്ടോ, ഏതെല്ലാം കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ടോ, കുരിശിലേറി പിടയേണ്ടതുണ്ടോ, അതിന് ഞാൻ സന്നദ്ധനാണ് എന്നുള്ള തിരിച്ചറിവ്, അവബോധം ആർജിക്കുന്നു എന്നുള്ളതാണ് ലൂക്കാസ് സുവിശേഷകൻ്റെ പ്രാർത്ഥനാ ദർശനം. ചുരുക്കി പറഞ്ഞാൽ ഈ സുവിശേഷത്തിൻ്റെ പ്രാർത്ഥനാ ദർശനം എന്നതിൽ ഈശോ മിശിഹായെ എന്ന വ്യക്തിയെ അവതരിപ്പിക്കുന്ന ക്രിസ്തുവിജ്ഞാനീയവും ത്രിത്വവിജ്ഞാനീയവും ആധ്യാത്മിക വിജ്ഞാനീയവും സഭാവിജ്ഞാനീയവും എല്ലാം സുവിശേഷകൻ ഉൾച്ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തെ പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന് വിശുദ്ധ ആഗസ്തീനോസ് പുണ്യവാളൻ വിളിച്ചത് എന്നറിയും. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.